വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. 19കാരനായ യുവാവ് തൂങ്ങി മരിച്ചതിൽ മൽനൊന്ത് മുത്തശ്ശിയും സഹോദരിയും ആത്മഹത്യ ചെയ്തു. കണ്ണൂർ കൂത്തുപറമ്പ് നെറുവേലിയിൽ വീട്ടിലാണ് ഒരേ ദിവസം ഒരു കുടുംബത്തിലെ 3 പേർ മരണപ്പെട്ട അതിദാരുണമായ സംഭവമുണ്ടായത്. കൊച്ചുമകന്റെ മരണവിവരം വീട്ടിൽ അറിയിക്കാൻ വന്നപ്പോഴാണ് സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെടുമ്പാശ്ശേരിയിൽ വൻ ലഹരിവേട്ട. 4.3 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 പേർ പിടിയിൽ. വിദേശത്ത് നിന്ന് കൊച്ചി വഴി കടത്താൻ ശ്രമിച്ച കോടികൾ വിലമതിക്കുന്ന ലഹരിമരുന്ന് കസ്റ്റംസ് പിടികൂടി. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഏകദേശം 4.3 കോടി രൂപ വിപണി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സ്വദേശികളായ 2 യുവാക്കളെ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് നഗരത്തിൽ നിന്നും ബേപ്പൂരിലേക്കുള്ള യാത്ര ഇനി കൂടുതൽ സുന്ദരവും ആസ്വാദകരവുമാവും. റോഡിലെ ഗതാഗത കുരുക്കിലും ബസ്സിലെ തിരക്കിലും പെടാതെ സമുദ്രഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ടൂറിസം വകുപ്പ് പുതിയ ബോട്ട് സർവീസ് ആരംഭിച്ചു. നഗരത്തിൽ നിന്ന് ബേപ്പൂർ ബീച്ചിലേക്കും തിരിച്ചും കടൽ യാത്രയ്ക്കൊരുക്കുന്ന ഈ പദ്ധതി വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ഗുണകരമാവും. ഒരേ സമയം 13 പേർക്ക് സഞ്ചരിക്കാവുന്ന ആധുനിക ബോട്ടുകളാണ് ടൂറിസം വകുപ്പ് ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. തൃശൂരിൽ വിസ്മയമൊരുക്കാൻ ബോൺനത്താലിൽ 15,000 പാപ്പമാരും ആധുനിക AI പ്ലോട്ടുകളും അണിനിരക്കുന്നു. സാംസ്കാരിക നഗരിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആവേശം പകർന്ന് ലോക പ്രശസ്തമായ ബോൺനത്താലെ ഘോഷയാത്ര ഇന്ന് നടക്കും. റെക്കോർഡ് എണ്ണം പാപ്പമാരും സാങ്കേതിക വിദ്യയുടെ വിസ്മയങ്ങളും കോർത്തിണക്കിയാണ് ഇത്തവണത്തെ ഘോഷയാത്ര ഒരുക്കിയിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പാപ്പമാരുടെ സംഗമമാണിത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ശബരിമല മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വ്യാജ ചിത്രം പ്രചരിപ്പിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. KPCC ഡിജിറ്റൽ മീഡിയ മുൻ കൺവീനറാണ് ഇദ്ദേഹം. സൈബർ സെൽ നടത്തിയ പരിശോധനയിൽ ചിത്രം വ്യാജമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും കണ്ടെത്തി. ഇതേ തുടർന്നാണ് പോലീസിന്റെ നടപടി. ഇതേപോലുള്ള ന്യൂസ് അപ്ഡേറ്റിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.